നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദ വിക്രത്തിനോട് പറഞ്ഞു, ഓഹോ, അപ്പൊ നിങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചതിന്റെ പ്രതിഫലമായിട്ടാണ് ഇപ്പോഴും നിങ്ങൾ ആ ശ്രീനിവാസ് സാറിന്റെ ഒപ്പം നടക്കുന്നതല്ലേ? അത് കേട്ട് കഴിഞ്ഞപ്പോ വിക്രം പറഞ്ഞു, അല്ല നിന്നോട് ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞു? എനിക്ക് മനസ്സിലായി, സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അതിന്റെ പ്രതിഫലമായിട്ടായിരിക്കും അയാളോടൊപ്പം ചേർന്ന് എല്ലാ ഗുണ്ടപ്പണികളും ചെയ്യുന്നേ. നിങ്ങൾക്കൊരു കുറ്റബോധം പോലും തോന്നില്ലേ? എന്തിന് എനിക്ക് എന്തിനാ കുറ്റബോധം തോന്നുന്നത്? അല്ല, ഇത്തരം പ്രവൃത്തികളൊക്കെ അയാളോടൊപ്പം ചേർന്ന് ചെയ്യുന്ന സമയത്ത് സാധാരണ ആർക്കും തോന്നുന്ന ഒരു കാര്യമാണ് ഒരു കുറ്റബോധം. ഇതിൽ നിന്ന് പിന്തിരിയാനുള്ളൊരു ത്വരയുണ്ടാവും. പക്ഷെ നിങ്ങൾക്കതൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു, അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ. തെറ്റ് ചെയ്തിട്ടില്ല പോലും. നിങ്ങൾ അച്ഛൻ്റെ ബായിനകത്ത് കൊണ്ടുപോയി ആ മയക്കുമരുന്ന് വെച്ച് നിങ്ങൾ എത്ര നികൃഷ്ടമായ പണിയാ ചെയ്തേ. അത് കേട്ടതും വിക്രത്തിന് ദേഷ്യം വന്നു. വിക്രം പറഞ്ഞു, അത് ചെയ്ത് ഞാൻ ആരാന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഞാനാന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? വേദ പറഞ്ഞു, പിന്നെ ആരാ? നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് കാരണക്കാരാരാ? അതെന്താണെങ്കിലും ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ആ കഥ കഴിഞ്ഞു പോയതല്ലേ. ഇനിയിപ്പം ഞാൻ അത് മനസ്സിലിട്ടുകൊണ്ട് നടന്നിട്ടും കാര്യമില്ല. പക്ഷെ നിന്നോട് പറയാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല. എന്താ വിക്രം, അത് ഞാൻ അറിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടെന്ന് എന്നെ കൂട്ടിക്കോ. അതുകൊണ്ട് ഞാനത് പറയണില്ല. ഇനിയിപ്പോൾ വിചാരണയും കാര്യങ്ങളൊന്നും അതിൻ്റെ പേരിൽ ഉണ്ടാവാനും പോകുന്നില്ല. അത് കേട്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കര വിഷമമായി. വേദ പറഞ്ഞു, ശരി, അങ്ങനെയെങ്കിൽ വേണ്ട, ഇനി ഞാനൊന്നും ചോദിക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ അത്ര സമയം ചെവി കൂർപ്പിച്ച് നന്ദിനി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെന്താ പറയണേന്ന് അറിയാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് നന്ദിനി, അയ്യോ, അവൾ പുറത്തേക്ക് ഇറങ്ങി വരുമല്ലോ എന്നോർത്ത് തിരിഞ്ഞോടുവാണ്. ആ സമയം വേദ പുറത്തേക്ക് ഇറങ്ങി വന്നു. നന്ദിനി ഓടുന്ന ഓട്ടത്തിൽ നന്ദിനി തെറ്റി വീണു. അയ്യോ പൊത്തോന്നും പറഞ്ഞുകൊണ്ട് ആ കാഴ്ച കണ്ടപ്പത്തിനും വേദയ്ക്ക് ചിരി വന്നു. തങ്ങളുടെ മുറിയുടെ ഫ്രണ്ടിൽ വന്ന് ഒളിഞ്ഞു നോക്കി കേട്ടോണ്ടിരിക്കുമായിരുന്നു. ഈ സ്വഭാവത്തിന് മാറ്റം വരാൻ പോകുന്നില്ല. നന്ദിനി പിന്നെ എഴുന്നേറ്റ് നേരെ മുറിയിലേക്ക് ചെന്ന് വിനായകനോട് പറഞ്ഞു, വിനയേട്ടനല്ലേ പറഞ്ഞത് വിക്രമാണ് അച്ഛൻ്റെ ഭാഗ്യനകത്ത് കഞ്ചാവ് വെച്ചെന്ന്. പക്ഷെ അതൊന്നും അല്ല സത്യം. വേറെ ആരാണോ ചെയ്തേ? ആരടി? ആരാത്? അല്ല, അതൊക്കെ ഞാൻ കേട്ടു. ആരാന്ന് വിക്രം പറഞ്ഞു? അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ വേദ അത് ചോദിച്ചപ്പം വിക്രം പറഞ്ഞു, ഞാനല്ല അത് ചെയ്തേന്നാ പറഞ്ഞേ. അല്ല, ആരാന്ന് അവൻ വല്ല ക്ലൂവും തന്നോ? അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടില്ല. പക്ഷെ വിക്രത്തിന് കൃത്യമായിട്ട് അറിയാം. അല്ല, അവനറിയാല്ലേ? അല്ല, അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ വിനയേട്ടൻ ആകെപ്പാടെ ടെൻഷൻ്റെ വെപ്രാളം പോലെ? അത് വിക്രമല്ല ചെയ്തേ. അപ്പോൾ വേറെ ആരോ ആന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് ടെൻഷൻ അടിച്ച. പക്ഷെ അതല്ല സത്യാവസ്ഥ. ഇതിന് നല്ല പങ്ക് വിനയനുണ്ട്. വിനയൻ അതാണ് കിടന്ന് വെപ്രാളപ്പെടുന്നത്. പക്ഷെ അത് നന്ദിനിക്ക് മനസ്സിലായില്ല. നന്ദിനി ഓർത്തെ ഇനിയിപ്പോൾ വിക്രമല്ല തെറ്റ് ചെയ്തേ, അത് ഓർത്തിട്ടായിരിക്കും വിനയേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കണേന്നാ. ആ സമയത്ത് വിനയൻ പറഞ്ഞു, എന്നാലും അത് ആരായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോഴേക്കുമാണ് വിനായകൻ്റെ ഫോൺ ബെല്ലടിക്കണേ. ശ്രീകാന്ത് സാറാണല്ലോ എന്നും പറഞ്ഞ് കോൾ എടുത്തു. എന്താ സാറേ? അതെ, ഞാൻ അങ്ങോട്ടേക്ക് പറയുന്നത് കേട്ടാൽ മതി, ഇങ്ങോട്ടേക്ക് കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞെല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നടക്കട്ടെ. ശരി സാറെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. അല്ല, അയാൾ എന്തിനാ വിളിച്ചേ? അത് പിന്നെ വേറൊരു കാര്യത്തിന് വേണ്ടി. എന്ത് കാര്യത്തിന്? കാര്യം എനിക്ക് അറിയണമല്ലോ. എടി, ശ്രീകാന്ത് സാറിൻ്റെ ഫ്രണ്ടിന് ടൗണിനോട് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. അവിടെ കുറച്ച് ഫ്ലാറ്റ് പണിയാൻ തീരുമാനിച്ചു. ഫ്ലാറ്റ് പണിയാനോ? എന്നിട്ടോ? അതെ, സിംഗിൾ ബെഡ്റൂം ഫ്ലാറ്റാണ് പണിയാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയാൻ വേണ്ടി വിളിച്ച. അല്ല, അതിനെക്കുറിച്ച് എന്ത് പറയാനായിട്ടാ? അല്ല, ഫ്ലാറ്റ് പണിയുന്ന സമയത്തെ അത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനായിട്ട് ആളെ വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ തന്ന എനിക്ക്. അതിപ്പോൾ ആര് വാങ്ങാൻ? അങ്ങനെ എടി, അതിനൊക്കെ ഐഡിയ ഉണ്ട്. അവരൊരു ചിട്ടി തുടങ്ങുന്നുണ്ട്. ആ ചിട്ടി ചേരുക. ആ ചിട്ടി ചേർന്ന് മാസം 10,000 രൂപ വെച്ച് അടയ്ക്കുക. അങ്ങനെ ആദ്യത്തെ 5 വർഷമാകുമ്പോൾ കുറേ പൈസ ആവുമല്ലോ. അതിനുശേഷം ഈ 10,000 രൂപ വെച്ച് മാസം അടച്ചാലും 20 വർഷം കൊണ്ട് നമുക്ക് ആ പൈസ അടച്ച് തീർക്കാൻ പറ്റും. 15 ലക്ഷം രൂപ അടുത്ത ഫ്ലാറ്റ് കിട്ടും. 15 ലക്ഷം രൂപയ്ക്കോ? അതെ, അതൊരു ഓഫറാണ്. പിന്നെ അപ്പോൾ ഫ്ലാറ്റ് 20 വർഷം കഴിച്ചതിന് ശേഷം കിട്ടുള്ളൂ. അല്ലെന്നേ 5 വർഷത്തിന് ശേഷം കിട്ടും. 5 വർഷം വരെ 10,000 രൂപ മുടങ്ങാതെ അടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ കുറച്ച് പൈസ ആവുമല്ലോ. പിന്നെ 15 ലക്ഷം രൂപയ്ക്ക് ബാക്കി എത്ര രൂപയുണ്ട്? അത് നല്ല കാര്യമാണല്ലോ. അങ്ങനെയാണ് നമുക്ക് ഒരെണ്ണം വാങ്ങിയാലോ? ഒരു ചിട്ട് കൂടിയാലോ? നമുക്ക് വേണ്ട, നമുക്ക് ആരെയൊക്കെ ചേർക്കാം. ആരെ ചേർക്കാൻ? നമുക്ക് വിശ്വേട്ടനെ ചേർത്താലോ? അത് കൊള്ളാം, നല്ലൊരു ഐഡിയ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വഴി നോക്കാം. അല്ല, അതുകൊണ്ട് നിനക്ക് എന്താ പ്രയോജനം? എടി, എനിക്ക് കുറേ കമ്മീഷൻ കിട്ടില്ലേ? ശരി, അങ്ങനെയാണ് ആ വകുപ്പിൽ നോക്കാം എന്നവർ തീരുമാനിച്ചു.
അതേസമയം വിശ്വ ആകെപ്പാട് ടെൻഷൻ അടിക്കുക. വിശ്വത്തിൻ്റെ അടുത്തേക്ക് വെള്ളമൊക്കെ ആയിട്ട് ശ്രീജ വന്നിട്ട് ചോദിച്ചു, എന്താ വിശ്വേട്ടാ, വിശ്വേട്ടൻ എന്താ പെട്ടെന്നൊരു വെപ്രാളോ ദാഹമൊക്കെ, നീ ആ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുപോവാ. അതും പറഞ്ഞിട്ട് വിശ്വ ആ വെള്ളം മൊത്തം വാങ്ങി കുടിച്ചു. എന്താ വിശ്വേട്ട, എന്തെങ്കിലും പ്രശ്നമുണ്ടോ കമ്പനിയിൽ? അതെ, ഒരു പ്രശ്നമുണ്ട്. എന്താ, നീ ആ കഥക് പോയ ഇടയ്ക്ക്. കഥ കിടച്ച് കഴിഞ്ഞപ്പോൾ വിശ്വം പറഞ്ഞു, ഇന്ന് വരെ ഞാനത് ആരോടും ഇത് പറഞ്ഞിട്ടില്ല, ഇപ്പം നിന്നോട് ആദ്യമായിട്ട് പറയുന്നേ. കാര്യം എന്താണെന്ന് വെച്ചാൽ പറ വിശ്വേട്ടാ. അത് ഞാൻ പറഞ്ഞത് എറണാകുളത്തുള്ളൊരു സേട്ടിൻ്റെ കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നതെന്നല്ല പറഞ്ഞേ. അതെ, പക്ഷേ ആ സേട്ടിൻ്റെ കയ്യിൽ നിന്നും ആ കമ്പനി ഒരാൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആരാ വാങ്ങിയത്? വേദയുടെ ചേട്ടൻ ശ്രീകാന്ത്. ശ്രീകാന്തോ? അതെ, ആ കമ്പനി അയാളാ വാങ്ങിയത്. പക്ഷേങ്കിൽ അയാളുടെ കമ്പനിയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയ പ്രശ്നമോ. ഞാൻ അയാളുടെ കമ്പനി ജോലിക്ക് പോകുന്ന അച്ഛനൊന്നും ഇഷ്ടപ്പെടത്തില്ല. അത് ശരിയാണല്ലോ, ഇനിയിപ്പോൾ എന്തു ചെയ്യും? എനിക്കറിയില്ല. ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം അറിഞ്ഞത്, ഒരാഴ്ച ആയുള്ളൂ അയാൾ വാങ്ങിയിട്ട്. അതിൻ്റെ പേപ്പർ വർക്കൊക്കെ നടക്കുമായിരുന്നു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം അയാൾക്ക് ഞാനവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന് അറിയില്ല. ഞാൻ മാനേജറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പം ശ്രീജിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ശ്രീജ പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരിക്കും, പക്ഷെ അച്ഛൻ അറിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാവും എന്ന് പറഞ്ഞു. തൽക്കാലത്തേക്ക് വിശ്വേട്ടൻ പേടിക്കണ്ട, കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുവാണ് പിരിച്ചു വിട്ടോട്ടെ, ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതും പറഞ്ഞ് വിശ്വത്തൊന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ വിശ്വം കമ്പനിയിലേക്ക് പോകാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിനായകൻ അങ്ങോട്ടേക്ക് വരുന്നത്. വിനായകനും കൂടെ നന്ദിനിയുണ്ട്. അപ്പോഴേക്കും കമലയും വന്നു. ശ്രീജയാണെങ്കിൽ വിശ്വത്തിനടുത്ത് തന്നെ ആഹാരം വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം നന്ദിനി വന്നിട്ട് പറഞ്ഞു, അതെ, വിശ്വേട്ടനെ നല്ല ഒരു കാര്യമുള്ള പ്രയോജനമുള്ളൊരു കാര്യം ഞങ്ങൾ പറയാം. എന്ത് കാര്യം? അതൊക്കെയുണ്ട്, അതൊക്കെ വിനയേട്ടൻ പറഞ്ഞോളൂ. അത് കേട്ടപ്പോൾ ശ്രീജ ചോദിച്ചു, എന്താ നന്ദിനി, രാവിലെ എന്തേലും പറ്റിപ്പീരായിട്ട് ഇറങ്ങിയിരിക്കുവാണോ? എന്ത് പറ്റിപ്പീര്? എൻ്റെ വിനയേട്ടൻ അങ്ങനെ പറ്റിക്കുന്ന ആളൊന്നുമല്ല. കമൽ പറഞ്ഞു, അതൊക്കെ പിന്നെ ഞങ്ങൾക്ക് അറിയരുതോ? ആ സമയം വിഷ്ണു ചോദിച്ചു, എന്താ വിനായക, എന്താ കാര്യം എന്താ? അത് പിന്നെ ഉണ്ടല്ലോ, മാസം 10,000 രൂപ വെച്ച് ഒരു ചിട്ടി അടയ്ക്കുവാണെങ്കിലേ 5 വർഷം കൊണ്ടൊരു ഫ്ലാറ്റ് സ്വന്തമാക്കാം. 5 വർഷം കൊണ്ടൊരു ഫ്ലാറ്റ് സ്വന്തമാക്കാമെന്നോ? അതെ, ഈ കാര്യം ഞാനിപ്പോൾ ആദ്യം വിശ്വേട്ടനോടാണ് പറയുന്നത്. വിശ്വേട്ടനൊരു നല്ല കാര്യമാണല്ലോ എനിക്ക് തോന്നി. സിംഗിൾ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റാണ്. ഒരു വലിയ ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ട്, വർക്കുകളൊക്കെ നടത്തുന്നത്. അവർ പുതിയതായിട്ടൊരു പ്രോജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതായത് ചിലപ്പോൾ 2-3 ബെഡ്റൂമൊക്കെയുള്ള അപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ 50 എണ്ണം തുടങ്ങാൻ തീരുമാനിച്ചു. ഈ 50 എണ്ണം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനിടയ്ക്ക് തന്നെ അവർ തന്നെ സൂപ്പർ മാർക്കറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരും. എന്തുകൊണ്ടും നല്ല കാര്യമാണ്. ഇപ്പോൾ 10,000 രൂപ വെച്ച് അടയ്ക്കുവാണെങ്കിൽ 5 വർഷം കൊണ്ട് നമുക്കത് സ്വന്തമാക്കാനായിട്ട് പറ്റും. അത് കേട്ടുകഴിഞ്ഞപ്പം വിശ്വം പറഞ്ഞു, അല്ലടെ എൻ്റെ അതിന് ഇവിടുന്ന പൈസ, അത് വിശ്വേട്ടൻ ഒന്നിച്ചുണ്ടാക്കണ്ടല്ലോ. 10,000 രൂപ വെച്ച് മാസം അടച്ചാൽ പോരെ, 5 വർഷം കൊണ്ട് കുറേ എമൗണ്ട് ആവും. പിന്നെ അത് കൂടാതെ ബാക്കി പൈസ അപ്പോഴുണ്ടാക്കി അടച്ചാൽ മതി. 15 ലക്ഷം രൂപ ഒറ്റയടിക്ക് എടുക്കേണ്ട കാര്യമില്ല. 15 ലക്ഷം രൂപയാണ് അപ്പാർട്ട്മെൻറ്റിൻ്റെ വില. അപ്പാർട്ട്മെൻറ്റ് അല്ല, ആ ഫ്ലാറ്റിൻ്റെ വില. ഇത് കേട്ടതും ശ്രീജ പറഞ്ഞു, ആഹാ, അത് കൊള്ളാലോ വിശ്വേട്ടാ. അതെ, നിങ്ങൾക്കൊരു സേവിങ്സ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ ഈ പൈസ അവിടെ സേവിങ്സ് അല്ലേ എപ്പോഴും. 5 വർഷം നമ്മൾ അടച്ചു കഴിഞ്ഞാലും നമ്മുടെ സേവിങ്സാണ്, അതെങ്ങോട്ടും പോകാൻ പോകുന്നില്ലല്ലോ. പിന്നെ 5 വർഷത്തിന് ശേഷം ബാക്കി തുകയും കൂടി ഉണ്ടാക്കി നമുക്ക് ഫ്ലാറ്റ് വാങ്ങിയാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കമൽ പറഞ്ഞു, ആഹാ, അത് കൊള്ളാലോടെ മോനെ. അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വിശ്വേട്ടനൊന്ന് തുടങ്ങുക, ഒരു ചിട്ടിക്ക് കൂട്, ഈ പേപ്പറിലൊന്ന് സൈൻ ചെയ്തായിട്ട്. അല്ല, അത് ഞാൻ വേണോടാ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്. എന്താലോചിക്കാനായിട്ട്? ഒന്നും ആലോചിക്കാനില്ല. ശ്രീജ പറഞ്ഞു, വിനായകൻ പറഞ്ഞല്ലേ, ശ്രീജയും വിശ്വാസമാണ്. 5 വർഷം കഴിയുമ്പോഴത്തേനും നമുക്ക് ഫ്ലാറ്റ് കിട്ടും. പിന്നെ ബാക്കി പൈസയും കൂടെ ഉണ്ടാക്കി അടച്ചാൽ മതിയല്ലോ. 15 ലക്ഷം രൂപയേ ആവുന്നുള്ളൂ. ഇതിപ്പോൾ അവർ ഇങ്ങനെ ആദ്യമായിട്ട് തുടങ്ങുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര ഓഫർ കിട്ടുന്ന പോലും. 50 പേർക്കാണ് കൊടുക്കുന്നത്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിശ്വം പറയും, ശരിയെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. എന്നാലും വിശ്വത്തിനും മടി സൈൻ ചെയ്യാനായിട്ട്. അപ്പോഴേക്കും വേദ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചു. വേദ പെട്ടെന്ന് വന്നത് വിനായകനും നന്ദിനിക്കും ഇഷ്ടപ്പെട്ടില്ല. കള്ളത്തരം പിടിക്കപ്പെടുമോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ആ സമയം വിനായകൻ പറഞ്ഞു, അതെ, ഞങ്ങൾ വിശ്വത്തെ കൊണ്ടൊരു ചിട്ടി കൂടിപ്പിക്കുക. ഓ, അതാണോ? എന്താ വിശ്വേട്ടാ? വിശ്വേട്ടൻ എന്താ ചിട്ടി കൂടാൻ താല്പര്യമില്ല? വേദയ്ക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ലോ. അല്ല, അത് പിന്നെ വേദയും ഞാൻ എന്തിനാ വിശ്വേട്ടാ, ഒപ്പിട്ട് കൊടുക്കുക, ചിട്ടിയുടെ കാര്യമല്ലേ എന്ന് വേദയും പറഞ്ഞു. ഒടുവിൽ വിശ്വ സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും വേദ ശ്രീജയുടെ കയ്യിലേക്ക് പ്രസാദം കൊടുത്ത അമ്പലത്തിലെ വിശ്വേട്ടൻ നെറ്റി തൊട്ട് കൊടുക്കുക. ഞാൻ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എഴുതുന്ന. പിന്നെ ഇന്ന് മുതൽ ഞാൻ പ്രാക്ടീസിന് കയറാൻ പോവാ. പ്രാക്ടീസിന് കയറാൻ പോവാന്നോ? അതെ,
പ്രാക്ടീസിന് കയറാൻ പോവാം. അത് കേട്ടപ്പോൾ നന്ദിനിക്ക് ഒട്ടും കൂടെ സഹിച്ചില്ല. ഇനിയിപ്പം വിശ്വേട്ടൻ്റെ കമ്പനിയിൽ എന്തെങ്കിലും വിശ്വേട്ടൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഞാൻ കൈകാര്യം ചെയ്തോളാം വിശ്വേട്ട. ആ കാര്യങ്ങളൊക്കെ ഇനിയിപ്പം ചിട്ടി കൂടിയിട്ട് വിശ്വേട്ടന് അത് കിട്ടിയില്ലെങ്കിൽ ആ കാര്യം ഞാൻ ഏറ്റു. ഞാൻ ആ കാര്യം ചെയ്തോളാം. ഞാൻ വാദിച്ച വിശ്വേട്ടന് വേണ്ടുന്ന പൈസയൊക്കെ വാങ്ങിച്ചു തന്നോളാം എന്നൊക്കെ വേദ ഇങ്ങനെ വെറുതെ ഞങ്ങൾ തമാശ രൂപത്തിൽ പറയാണ്. അങ്ങനെ കമലിക്കും കൂടെ പ്രസാദം കൊടുത്തു കഴിഞ്ഞപ്പോൾ കമലെടുത്ത് നെറ്റിയെ തൊട്ടു. നന്ദിനിയുടെ അടുത്ത് നിന്ന് ഇപ്പം നന്ദിനി പറഞ്ഞു എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക. അങ്ങനെ അങ്ങ് പോയി. വേദ പിന്നെ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. അപ്പം അതേപോലെ വിശ്വം കമ്പനിയിലേക്ക് വന്നു. കമ്പനിയിലേക്ക് വന്ന് ജോലി ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് മാനേജർ ക്യാബിനിലേക്ക് അങ്ങോട്ട് വിളിപ്പിച്ചു. അങ്ങനെ ക്യാബിനിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ മാനേജർ കുറേ ക്യാഷ് ബാഗിനകത്തേക്ക് എടുത്തു വെച്ചു. വിശ്വത്തോട് പറഞ്ഞു, 10 ലക്ഷം രൂപയുണ്ട്, ഇപ്പം തന്നെ ഇത് കൊണ്ടുപോയി ബാങ്കിൽ അടയ്ക്കണം. അല്ല സാർ, അതിന് വണ്ടി വന്നില്ലല്ലോ, ഉച്ചയാകുമ്പോഴത്തേനും അല്ലേ ക്യാഷ് കൊണ്ടാനുള്ള വണ്ടി വരത്തുള്ളൂ. അതെ, അത്യാവശ്യമായിട്ട് അടയ്ക്കേണ്ട തുകയാണ്. വിശ്വം ഏതെങ്കിലും വണ്ടി വിളിച്ച് പോയിക്കോ. അല്ല, അത് പിന്നെ വിശ്വത്തിന് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? വിശ്വം ബാഗും മേടിച്ചു. അങ്ങനെ വിശ്വം പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് തന്നെ അയാൾ ശ്രീകാന്തിനെ വിളിച്ച് കാര്യങ്ങൾ പറയണേ. അയാൾ ഇവിടുന്ന് ഭാഗടങ്ങി പണവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വിശ്വം പക്ഷെ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. വിശ്വം ഒരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് നേരെ ബാങ്കിലേക്ക് വന്നു. ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരാൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ബാങ്കിൻ്റെ പുറത്ത്. പെട്ടെന്ന് അയാൾ എന്ത് ചെയ്യുക, ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് കുഴഞ്ഞു അങ്ങോട്ട് വീഴാൻ തുടങ്ങുവാണ്. ആ സമയം വിശ്വം താഴേക്ക് ബാഗ് വെച്ചിട്ട് അയാൾ ഇങ്ങനെ ചാടി കയറി പിടിക്കുവാണ് താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.